കാട്ടിലൂടെ ഞങ്ങളൊരു പ്രാവശ്യം യാത്ര ചെയ്തപ്പം എടുത്ത വീഡിയോയാണിത്. മാനിനെ കാണുന്നുണ്ട്, മയിലിനെ കാണുന്നുണ്ട്, ആനേനെ കാണുന്നുണ്ട്. ഈ മാനും മയിലും ആനയും ഒന്നും ഞങ്ങളെ കാണുന്ന വഴിക്ക് ഓടിക്കളയണമെന്നില്ല, അല്ലെങ്കിൽ ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം എപ്പോൾ ഓടണം, എപ്പോൾ നിൽക്കണം, എപ്പോൾ ആക്രമിക്കണം. അത് ഈ കാട്ടിലെ ഈ മൃഗങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ തന്നെ അങ്ങനെ നിന്ന് പോകുന്നത്. വചനത്തിൽ എന്ന് പറയുന്നത് അറിയാമോ? മറുപടി പറയാൻ കഴിവില്ലാത്തത് കൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുണ്ട്, സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നത് കൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ശരിക്കും മൗനം എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കണം. നമുക്ക് എപ്പോഴാണ് മൗനം പാലിക്കേണ്ടതെന്നും എപ്പോഴാണ് മൗനം പാലിക്കേണ്ടാത്ത സമയമെന്നും നമ്മൾ കൃത്യമായിട്ടറിയാം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം മൗനം പാലിക്കേണ്ടാത്ത സമയത്ത് നമ്മൾ ഭയങ്കരമായ മൗനിയായിട്ട് മാറും. മൗനം പാലിക്കേണ്ട സമയത്ത് വായി തോന്നണതൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. അപ്പം മൗനം എന്ന് പറയുന്ന വിഷയത്തെ ആഴമായിട്ട് ധ്യാനിക്കാൻ ഇന്നത്തെ ദിവസം നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. മൗനം പാലിക്കേണ്ട സ്ഥലങ്ങളിൽ മൗനം പാലിക്കാനും സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ സംസാരിക്കാനുമുള്ള ദൈവാനുഗ്രഹം നമുക്കുണ്ടാവട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട്